ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. എന്ന് ഞാൻ പലകുറി സൂചിപ്പിച്ചു, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കില്ലായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്ക് എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ, അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരും, മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയത്, പാണക്കാട് തങ്ങൾ, അതുപോലെ തന്നെ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ P ജോൺ അടക്കം കേരള കോൺഗ്രസ് നേതാക്കന്മാരടക്കം എത്തി. അപ്പം ലീഗിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശ്രീ PK ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ശ്രീ PK ഫിറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പോലും ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല. ബൈ ഇലക്ഷനുകളിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത്. പാലക്കാടിൻ്റെ വിജയമാണ് ഇത്. പാലക്കാട് ആഗ്രഹിച്ച വിജയം. ആഗ്രഹിച്ചതെന്ന് പറയുന്നത് ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയമാണ്. പിന്നെ അത്